സങ്കീർത്തനങ്ങൾ 11-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ഓർമ്മിക്കുക, വിശുദ്ധ പ്രൊച്ചേസൂസിന്റെയും മർത്തീനിയാസിന്റെയും ഓർമ്മദിനമാണിന്ന്. 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ ജയിലിൽ കുറ്റവാളികളായി കഴിയുന്ന 40 പേരിൽ പ്രൊച്ചേസൂസും മർത്തീനിയാനും ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും ശ്ലീഹന്മാർ മാനസാന്തരപ്പെടുത്തി. അവിടെ വെച്ച് പാറയിൽ നിന്നും ഒഴുകിയ ജലം കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തി. അവരുടെ ജയിലർ പൗളിത്തൂസ് ഇതറിഞ്ഞ് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജുപ്പിറ്ററിനെ ആരാധിക്കുവാൻ ഉപദേശിച്ചു. അതിന് അനുകൂലിക്കാഞ്ഞതിനാൽ ക്രൂരമായി മർദ്ദിച്ചു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് മർദ്ദനവേളയിൽ അവർ ഉച്ചത്തിൽ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. വഴിപ്പെടുന്നില്ല എന്നു കണ്ട ജയിലർ വാളുകൊണ്ട് അവരുടെ ശിരസ് ഛേദിച്ചു. അങ്ങനെ അവർ രക്തസാക്ഷിത്വ മകുടം ചൂടി. ലൂസീന എന്നൊരു സ്ത്രീ ഇവരുടെ മൃതശരീരം തന്റെ പറമ്പിൽ സംസ്കരിച്ചു. 4-ാം ശതാബ്ദത്തിൽ ആ കബറിടത്തിങ്കൽ ഒരു ബസിലിക്ക നിർമ്മിച്ചു. അന്ന് മഹാനായ ഗ്രിഗറിയാണ് അവരെക്കുറിച്ച് പ്രഭാഷണം നടത്തിയത്. 9-ാം ശതാബ്ദത്തിൽ ഈ വിശുദ്ധരുടെ ഭൗതിക ശരീരം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് മാറ്റി. നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കാതെ ഇന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന നിത്യപിതാവ് നാളെയും കാത്തു സൂക്ഷിച്ചുകൊള്ളും. ഒന്നുകിൽ ദൈവം നമ്മെ സഹനത്തിൽ നിന്നും ഒഴിവാക്കും, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തി അവിടുന്ന് നൽകും. അതുകൊണ്ട് ഉത്കണ്ഠകൾ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഞാൻ അടുക്കുമ്പോഴും അകലുമ്പോഴും അകതാരിൽ കരുതുന്ന നാഥനെ, ഞാൻ അടുക്കുമ്പോഴും അകലുമ്പോഴും അകതാരിൽ കരുതുന്ന നാഥനെ, ഒരു കീടണേ ഈ അടിയാനേ, താതൻ വസിക്കുന്ന ആലയമാണ്. ഒരു കീടണേ ഈ അടിയാനേ, താതൻ വസിക്കുന്ന ആലയമാണ്. ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാട് നന്ദികൾ പറയാനുണ്ട്. ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാട് നന്ദികൾ പറയാനുണ്ട്. ഒരുപാട് ദുരിതം അകറ്റി തന്നവനെ, ഒരു കീടണേ ഈ അടിയാനേ, താതൻ വസിക്കുന്ന ആലയമായി. ഒരു കീടണേ ഈ അടിയാനേ, താതൻ വസിക്കുന്ന ആലയമായി. എത്രയോ നന്മകൾ അനുഭവിച്ചു, ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞു.
എത്രയോ നന്മകൾ അനുഭവിച്ചു. ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞു ദൈവകൃപയുടെ ആഴവും വീതിയും. മറ്റാരിലും കാണാത്ത കരുതലും ദൈവകൃപയുടെ ആഴവും വീതിയും. മറ്റാരിലും കാണാത്ത കരുതലും ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാടു നന്ദികൾ പറയാനുണ്ട്. ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാടു നന്ദികൾ പറയാനുണ്ട്. ഒരുപാടു ദുരിതം അകറ്റി തന്നവനെ ഒരുക്കിയിടണേ ഈ അടിയാനേ. താതൻ വസിക്കുന്ന ആലയമായി ഒരുക്കിയിടണേ ഈ അടിയാനേ. താതൻ വസിക്കുന്ന ആലയമായി. ആരാലും സഹിക്കാത്ത വേദനയിൽ ആരോരും ഇല്ലെന്നു വേണ്ടിനി ഭാരം. ആരാലും സഹിക്കാത്ത വേദനയിൽ ആരോരും ഇല്ലെന്നു വേണ്ടിനി ഭാരം. അകന്നു പോകാതെ ആശ്രയിച്ച മറ്റാർക്കും ലഭിക്കാത്ത വിടുതലേകും. അകന്നു പോകാതെ ആശ്രയിച്ചാൽ മറ്റാർക്കും ലഭിക്കാത്ത വിടുതലേകും. ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാടു നന്ദികൾ പറയാനുണ്ട്. ഓരോ ദിനവും കരുതുന്ന യേശുവോട് ഒരുപാടു നന്ദികൾ പറയാനുണ്ട്. ഒരുപാടു ദുരിതം അകറ്റി തന്നവനെ ഒരുക്കിയിടണേ ഈ അടിയാനേ. താതൻ വസിക്കുന്ന ആലയമായി ഒരുക്കിയിടണേ ഈ അടിയാനേ. താതൻ വസിക്കുന്ന ആലയമായി. സ്വന്തമായതെല്ലാം സ്വപ്നമാകിലും സകലതും നന്മയായി കരുതിയിടുവിൻ. സ്വന്തമായതെല്ലാം സ്വപ്നമാകിലും സകലതും നന്മയായി കരുതിയിടുവിൻ. സർവ്വം നൽകുന്ന സമ്മോന്നതൻ സദാ നേരവും നിൻ കൂടെയുള്ളതിനാൽ. സർവ്വവും നൽകുന്ന സമ്മോന്നതൻ സദാ നേരവും നിൻ കൂടെയുള്ളതിനാൽ. ഞാൻ അടുക്കുമ്പോഴും അകലുമ്പോഴും അകതാരിൽ കരുതുന്ന നാഥനെ. ഞാൻ അടുക്കുമ്പോഴും അകലുമ്പോഴും അകതാരിൽ കരുതുന്ന നാഥനെ.
വസിക്കുന്ന ആലയമാ ഒരു കീടണി ഈ അടിയാനേ. താതൻ വസിക്കുന്ന ആലയമാ